ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൽ ഇലാസ്റ്റിക് വരുന്നൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. 42 ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് കൊടുക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ യോക്ക് പോർഷനാണ്. ഇതൊരു XXL സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷന് വേണ്ടി ഒരു പീസ് ഇതുപോലെ 4 ആക്കി മടക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത് വേണ്ടത് 14 ഇഞ്ചാണ്. കൂടെ 1 ഇഞ്ച് മുകളിലും താഴെയും നമുക്ക് സീം അലവൻസ് ആയിട്ട് വേണം. അപ്പോൾ 15 ഇഞ്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ലെങ്താണ് 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ് കേട്ടോ. ഹാഫ് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇനി ആ സെയിം ലെങ്ത് തന്നെയാണ് ഷോൾഡർ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ XXL സൈസിന് കൊടുക്കുന്ന ആ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ഷോൾഡറിൻ്റെ ഹാഫും ഷോൾഡർ ലെങ്തും കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്താണ്. ഇവിടെ 10.5 ഇഞ്ചാണ് 4 ഭാഗം. കൂടെ സീം അലവൻസും കൂടി എടുത്തിട്ട് ഞാനിവിടെ 12 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഷോൾഡറിൽ ഇലാസ്റ്റിക് വരുന്നൊരു മോഡലാണേ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കണം. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് സീം അലവൻസും കൂടി ഉൾപ്പെടെ ഞാനിവിടെ 11 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ അകലമാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അകലം എനിക്കിവിടെ 3.25 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് 3.5 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ നെക്ക് അധികം അകലം വേണ്ടാത്തവർക്ക് 3 ഇഞ്ച് കൊടുത്താലും മതി. ഇനി നമുക്കിതിൻ്റെ ലെങ്താണ്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാനിവിടെ 4.25 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് നിങ്ങൾക്ക് ലെങ്ത് എടുത്താലും മതിയാകും. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ലെങ്ത് കൊടുക്കുന്നത്. അതായത് ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ഇറക്കം സെയിം ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡ്രസ്സിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷോൾഡർ എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഞാൻ കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മെഷർമെൻറ്റ്സ് എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ആ നെക്കിൻ്റെ മെഷർമെൻറ്റ് കൊടുത്ത കോർണറില്ലേ ആ ഒരു ഭാഗത്ത് നിന്നും നമ്മുടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് യോക്ക് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇനി യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് കൂടി നോക്കിക്കോളുക. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായി തോന്നാം കേട്ടോ. പക്ഷേ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു സാധാരണ മറ്റേതെങ്കിലും ഒരു തുണിയിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല തുണിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് യോക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെയാണുള്ളത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലാണ് ആ മുകളിലത്തെ ഷോൾഡറും കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത ശേഷം കാണിക്കാം. അപ്പം എൻ്റെ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 4 ഫോൾഡാക്കി ഒരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലാണ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഉള്ളത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്താണ് വേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ 17 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. സീം അലവൻസും കൂടി ഉൾപ്പെടെയാണേ. അപ്പോൾ ഇനി മുകളിൽ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യോക്ക് പോർഷനിൽ നെക്കിൻ്റെ ഭാഗത്ത് 4.25 ഇഞ്ചാണ് ഇറക്കം കൊടുത്തത്. അപ്പോൾ 4.25 ഇഞ്ചും 4.25 ഇഞ്ച് ഫ്രണ്ടും ബാക്കും പോകും. അപ്പോൾ 8.5 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ 8.5 ഇഞ്ചിനേക്കാളും കൂടിയിട്ട് വേണം ഇവിടെ എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കിവിടെ അധികം ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ 9.25 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 9.25 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മുടെ ആ ഒരു യോക്ക് പോർഷൻ ഇല്ലേ, യോക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. യോക്ക് പോർഷൻ എടുത്ത ശേഷം നെക്ക് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഞാൻ പിടിച്ച് കാണിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ നമ്മളിപ്പോൾ 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് വെക്കുക. ശേഷം ഈ കാണുന്ന പോലെ നമുക്ക് ആ ഒരു ലെങ്ത് നമുക്കിവിടെ കിട്ടണം. ആ ഒരു ലെങ്ത് ഇതുപോലെ ഒന്ന് വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഈ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ലെങ്ത് നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലും വേണം കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ താഴെ ഇവിടെ ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് നിർത്തിയില്ലേ ആ ഒരു 2 പോയിൻറ്റും കൂടി ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതാണ് സ്ലീവിൻ്റെ മാർക്കിങ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 1-2 വട്ടം ഇതൊന്ന് കണ്ടു നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗം ഇവിടെ നിന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു പോർഷനാണ് നമുക്ക് ഷോൾഡർ വരേണ്ടത്. ഇനി വേണ്ടത് സ്കേർട്ട് പോർഷനാണ്. സ്കേർട്ട് പോർഷൻ പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് വരുന്നത് 32 ഇഞ്ചാണ്, വിഡ്ത്ത് 42 ഇഞ്ചാണ് വിഡ്ത്തുള്ളത് കേട്ടോ. അപ്പോൾ 2 പീസ് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്ട്രെയിറ്റ് പീസാണ്. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന കുറച്ച് സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പീസ് ഇതുപോലെ നല്ല വശത്ത് വെച്ച ശേഷം നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ലൈനിങ് വെച്ച് മറിച്ച് അടിച്ചെടുത്താലും മതിയാവേ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഷോൾഡറിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ജോയിൻറ്റ് വരേണ്ടത്. കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗവും നമുക്കിതുപോലെ ലൈനിങ് പീസ് വെച്ചിട്ട് കൺസീൽ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക്കും കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഇലാസ്റ്റിക് കേസിങ്ങും കൂടി വരുന്ന രീതിയിൽ വേണം ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഇലാസ്റ്റിക് കയറാനുള്ള ഒരു ഗ്യാപ്പും കൂടി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ താഴെ ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ ഇലാസ്റ്റിക് നമുക്ക് പുറത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗമാണിത് കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവേ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുത്തത് 4.25 ഇഞ്ചായിരുന്നു അല്ലേ. അപ്പോൾ 4.25ൻ്റെ ഇരട്ടി 8.5 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് വേണം കേട്ടോ. ആ 8.5 ഇഞ്ചാണ് വൈറ്റ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി കൈയുടെ താഴെ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ലെങ്ത് വിട്ട് എത്രയാണോ ആ ഒരു വിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കാണിക്കുന്നത് സ്ലീവിൻ്റെ എൻഡ് ഭാഗമാണ് കേട്ടോ. ഇനി നമുക്കിത് യോക്ക് പോർഷനിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ യോക്ക് പോർഷനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോർഷനാണ് കുറച്ച് കൺഫ്യൂഷനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു ഡാർക്ക് കളർ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നമുക്കത് ഇതുപോലെ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി. ആ നെക്ക് ഫിനിഷ് ചെയ്തില്ലേ, അത് കഴിഞ്ഞ് ബാക്കി ഭാഗം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ കിട്ടും. അടുത്ത ഭാഗത്ത് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ യോക്ക് പോർഷൻ ഈ ഒരു പീസിൻ്റെ നെക്സ്റ്റ് സൈഡിലായിട്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ക്ലോസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ താഴത്തെ ഭാഗം കൂടി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ താഴത്തെ ഭാഗം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താഴെ പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് വൈറ്റ് ലെഗിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയ നല്ലൊരു മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ ഇതിട്ടിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്